പണി ചെയ്യണമെന്ന വേര് വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ തെങ്ങൊക്കെ കൃഷി ചെയ്തിട്ട് എല്ലാവരും നശിച്ചു പോയി, ചെള്ളിൻ്റെ പ്രശ്നം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറയാറില്ലേ. അപ്പം ലൈവായിട്ട് നമ്മുടെ തമിഴ്നാട്ടിൽ വന്നപ്പം കർഷകർ തന്നെ എന്താണ് ടിപ്സ് ഇവിടെ ചെയ്യുന്നത്, ഇത്രയും വിളവൊക്കെ കിട്ടാനായിട്ട് എന്താണ് അവർ ചെയ്യുന്നതെന്ന് അവർ തന്നെ പറയുന്നത് കേൾക്കാം. പായോ. ഇത് ഓണറാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. പിന്നെ മാനേജറുണ്ട്, കുറേ പണിക്കാരുണ്ട്. അപ്പോൾ പുള്ളി എടുത്ത് തന്നെ നേരിട്ട് ചോദിക്കാം. അത് നല്ല വിളവായത്. നമുക്ക് അവിടെ കേരളത്തിലൊക്കെ വെച്ചാലും നല്ല വിളവായിരിക്കുമല്ലേ. മരുന്ന് ചെയ്യണോ? ചെയ്യണം. എന്താ മരുന്നാ ചെയ്യുന്നതിന്? ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മൾ പമ്പ് വെച്ച് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ വലിയതായ 3 വർഷം 2.5 വർഷം കഴിഞ്ഞാൽ നമ്മൾ വേറെ മരുന്ന് കിട്ടും. ഓ, അവിടെ കെട്ടിയിട്ടേക്കുന്നത് എന്താ മരുന്ന് അത്? കോണ്ടാഫ്, മോണോസില്ല്, പിന്നെ മൈക്രോന്യൂട്രിയന്റ്. ഇത് മൂന്നൂടെ എത്ര ml വെച്ചെടുക്കണം ഓരോന്നും? മോണോസില്ല് 10 ml, മറ്റേ കാണ്ടാഫ് 5 ml, മൈക്രോന്യൂട്രിയന്റ് 5 ml. അതിന്റെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ സോലുബർ അത് ഒരു 2 ഗ്രാം വെച്ച്. ഓക്കെ, എല്ലാവരും കലക്കിയിട്ട് ഒന്നും ചങ്ങ കലക്കും ഇല്ലയോ? എത്ര നാൾ കൂടുമ്പോൾ കൊടുക്കും? ഇത് 2 മാസത്തിന് ഒരു പ്രാവശ്യം. ഓ, അത് ശരി. 2.5 വർഷം കഴിഞ്ഞാൽ 2.5 വർഷം കഴിഞ്ഞാല് തൈയാണെങ്കിൽ വേണ്ട. ഓക്കെ ഓക്കെ, വേറൊരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ വെക്കും ഇല്ലയോ? അപ്പൊ ഇങ്ങനെ അസുഖമൊന്നും വരത്തില്ല, നന്നായിട്ട്. നമുക്ക് അവിടെയൊക്കെ നശിച്ചു പോകും മൊത്തം. ഓ, വേര് വെച്ചിരിക്കുന്നത് വലിച്ചെടുക്കും. ഈ കലക്ക് കളഞ്ഞു പോകത്തില്ലേ കെട്ടുമ്പോ? ഇല്ല, മുറുക്കി കെട്ടും. ഒഴുകി പോകാതെ രീതിക്ക് പണി ചെയ്യണമെന്ന. അതെ അതെ, നമ്മൾ ഇട്ടിട്ട് അങ്ങ് പോകുമ്പോ നമ്മള് ചെയ്യാതെ വെക്കുവാണെങ്കിൽ ആൾക്കാർക്ക് നമ്മൾ ചാണകം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചാണകം കൊടുക്കരുത്. ചാണകം കൊടുത്താലേ മറ്റേ വണ്ട് വരും. ചാണകം കൊടുക്കരുത്. ചാണകത്തിനകത്ത് അത് ഉണ്ടാകുന്നത്. അതെ, ചാണകപ്പുഴു പോലെ അടങ്ങും. ആ പുഴുവ മെയിൻ. അതാണ് ഈ വണ്ടായിട്ട് വരുന്നത്.